പഴുതൊക്കെ ചവിട്ടി കയറി നടന്ന് അതിന്റെ അവസാന ഭാഗത്ത് ഒരു മതില്. ഈ മതിലില് അമ്മത്രേസ് എഴുതുന്നത് ക്ലോസറ്റിന്റെ ദ്വാരം പോലെ ഒരു ചെറിയ വട്ടം. ആ വട്ടം ക്ലോസറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ സ്ഥലം. നിങ്ങൾ ക്ലോസറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വാഷ്റൂം ആണെന്ന് വിചാരിക്കരുത്, ക്ലോസറ്റ് തന്നെ ഉദ്ദേശിക്കണം. ക്ലോസറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ സ്ഥലം, അവിടെ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായി കണ്ടു. ഈ നരകത്തില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് ആരാണ്? അമ്മത്രേസ്യയെ ഈ ക്ലോസറ്റിന്റെ ആ ദ്വാരം പോലെ അതിന്റെ ഉള്ളില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായി കണ്ടു. എന്റെ ആത്മാവിൽ ഞാനൊരു തീ അനുഭവിച്ചു. തീയാണ് ചുറ്റും. എന്റെ ശരീരത്തിലെ സഹനങ്ങൾ അസഹനീയമായിരുന്നു. ഞാൻ ഈ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നരകത്തിലെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ആ വേദനകൾ ഒന്നും തന്നെ അല്ല. മാത്രമല്ല, ആ വേദനകൾ, നരകത്തിലെ വേദനകൾ ഇടവേളയില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനെ അമ്മത്രേസ്യയുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണെങ്കിലും ഇപ്പോ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ്. നരകമുണ്ടെന്നും നരകത്തിൽ പോയി പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ ഇത്രയും നാളായിട്ട് ഇത് പറഞ്ഞിട്ടില്ല. ഈ 9 കൊല്ലത്തിനുള്ളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷെ ഇത് ഇപ്പൊ പറയാൻ തോന്നുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നരകത്തിലെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ആ വേദനകൾ ഒന്നും തന്നെയല്ല. മാത്രമല്ല, ആ വേദനകൾക്ക് ഇടവേളയില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. അമ്മത്രേസ്യ എന്നെ എഴുതാണ്. ചില അമ്മത്രേസ്യയുടെ വാക്കുകൾ വായിക്കാണ്. ആരാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല. ഈ ക്ലോസറ്റ് പോലെയുള്ള ആ സ്ഥലത്തിൽ അമ്മത്രേസ്യനെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ടുണ്ട്. ബന്ധിക്കപ്പെട്ട് കിടക്കാണ്. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലും ആത്മാവിലും ഒക്കെ ചൂട് പിടിക്കുകയാണ്. ഈ ലോകത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളെക്കാളും 100 മടങ്ങ് 1000 മടങ്ങ് അധികമായിട്ടുള്ളൊരു വേദനയാണ്. പക്ഷെ ആരാണ് എന്നെ പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ പല കഷണങ്ങളായി മുറിക്കപ്പെട്ട് തീയിൽ വയ്ക്കപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു.